ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലാസ്റ്റ് പോർഷനാണ്. അപ്പം ഞാൻ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പനിയും കുട്ടിക്ക് അസുഖവും ഒക്കെ ആയതുകൊണ്ടായിരുന്നെന്ന്. ഇനിയിപ്പം ഞാൻ തിരിച്ച് ബാക്ക് ടു ഡെയിലി വീഡിയോ ഇടാനായിട്ടുള്ള പദ്ധതിയാണ്. അപ്പം എല്ലാവരും വുമൺ സിവിൽ സർവീസ് ഒക്കെ എഴുതിയോ? അതുപോലെ WCPOയും CPOയും ഒക്കെ എഴുതിയോ? എല്ലാവർക്കും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? എഴുതിയ ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ആർക്കാ ഫയർ ഇതിൻ്റെ എക്സാം ഉള്ളത്? ജൂലൈ 4 ഡേറ്റ് വന്നില്ലേ? അതുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ 10th പ്രിലിംസിന്. ഇനി വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. നന്നായി പഠിക്കുക. അത്യാവശ്യം സ്കോർ പഠിച്ച ആൾക്കാർ ഇനി മുതൽ മാക്സിമം PYQ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം റിവിഷൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം കഴിഞ്ഞ ഇതിൽ ഞാൻ കുറച്ച് കടമെടുത്ത ആശയങ്ങളുടെ ഇത് കഴിഞ്ഞ പാർട്ടിൽ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതതിൻ്റെ ബാക്കിയാണ്. അപ്പം ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയങ്ങൾ. അപ്പം കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണുള്ളത്? കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ഫ്രീ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ലാംഗ്വേജ് ഓഫ് ദ പ്രിയാമ്പിൾ. അതായത് സമവർത്തി പട്ടിക, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ആമുഖത്തിന്റെ ഭാഷാശൈലി, കൺകറന്റ് ലിസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണല്ലേ. അപ്പോൾ വീണ്ടും പറയുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തതാണ് കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ഫ്രീ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ലാംഗ്വേജ് ഓഫ് ദ പ്രിയാമ്പിൾ. അടുത്തതാണ് കാനഡയിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയങ്ങളാണ് റെസിഡിയറി പവർ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അഡ്വൈസറി പവർ ഓഫ് സുപ്രീം കോർട്ട്, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് യൂണിയൻ ഗവൺമെന്റ്, GST ഇടക്കാലം കൊണ്ട് വന്നതാണ്. ഇടക്കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2015 കൂടി വന്നതാണ് GST. അത് വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. GST ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ആള്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവശിഷ്ട അധികാരം, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, GST, സുപ്രീം കോടതിക്കുള്ള ഉപദേശ അധികാരം, സംയുക്ത ഭരണ വ്യവസ്ഥയിൽ അധികാരങ്ങൾ കൂടുതൽ കേന്ദ്രത്തിന്, സംസ്ഥാനങ്ങളിൽ ഗവർണറെ നിയമിക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാനഡയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? അവശിഷ്ട അധികാരം, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, GST, സുപ്രീം കോടതിക്കുള്ള ഉപദേശക അധികാരം, സംയുക്ത ഭരണ വ്യവസ്ഥയിൽ അധികാരങ്ങൾ കൂടുതൽ കേന്ദ്രത്തിന്, സംസ്ഥാനങ്ങളിൽ ഗവർണറെ നിയമിക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്ന്. അടുത്താണ് ഫ്രാൻസിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയങ്ങളാണ് ഐഡിയ ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി ആൻഡ് റിപ്പബ്ലിക് ഇൻ ദ പ്രിയാമ്പിൾ. അതായത് ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നിവ നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നിവ ഫ്രാൻസിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് അമെൻമെന്റ് പ്രൊസീജിയറും എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ് അമെൻമെന്റ് പ്രൊസീജിയറും എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭയിലേക്ക് അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയും നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്
പോളിസി, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്ന രാജ്യസഭയിലേക്ക് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി എന്നിവ അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. എന്തൊക്കെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി എന്നിവ അയർലൻഡിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിലെ ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ഭേദഗതിയിലെ ഷെഡ്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒരുപാട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനൊക്കെ മസ്റ്റായും ചോദിക്കുന്നതാണ്. നമുക്ക് 10th പ്രിലിംസിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഷെഡ്യൂൾ അത്രയും അത്യാവശ്യമായ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒറിജിനലി 8 ഷെഡ്യൂൾസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പം ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന പട്ടിക എന്ന് പറയുന്നത് 8 പട്ടികയാണ്. ഇപ്പം നിലവിലുള്ളത് 12 പട്ടികയാണ്. അപ്പൊ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് 8 പട്ടികയും നിലവിൽ ഇപ്പോൾ 12 പട്ടികയുമാണ് ഭരണഘടനാ ഭേദഗതിയിൽ ഉള്ളത്. ഒന്നാമത്തേത് ടെറിട്ടറീസ് ആൻഡ് യൂണിയൻ, കേന്ദ്രവും ഭൂപ്രദേശവും. ഷെഡ്യൂൾ 1 നമ്മൾക്ക് അടങ്ങിയിരിക്കുന്നത് ടെറിട്ടറീസ് ആൻഡ് യൂണിയൻ ആണ്, കേന്ദ്രവും ഭൂപ്രദേശവുമാണ്. ഷെഡ്യൂൾ 2 എമോൾമെന്റ്സ്, സാലറി, പ്രിവിലേജസ്, ശമ്പളവും ആനുകൂല്യങ്ങളും. ഒരു ഭരണഘടനയിലെ ആൾക്കാരിൽ നിലനിൽക്കുന്ന ശമ്പളവും ഓരോ രാഷ്ട്രപതി മുതൽ താഴെ കിടക്കുന്ന ആൾക്കാരുടെ മുതൽ വരെയുള്ള ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് 2 പറയുന്നത്. 3 അഫർമേഷൻ ഓഫ്, സത്യപ്രതിജ്ഞ. സത്യസഭയിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ, ജനാധിപത്യം മൂലം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ സത്യപ്രതിജ്ഞ ചെയ്താണല്ലേ കയറുന്നത്. അതാണ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 4 രാജ്യസഭ സീറ്റ് അലോക്കേഷൻ, രാജ്യസഭ സീറ്റ് കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 5 ഷെഡ്യൂൾ ഏരിയാസ് ആൻഡ് ട്രൈബ്സ്, പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ ആൾക്കാർക്കുള്ള എല്ലാ സംഭവങ്ങളും ആനുകൂല്യങ്ങളും അതിനെ സംബന്ധിച്ച സംഭവങ്ങളും എല്ലാം ഷെഡ്യൂൾ 5 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾ 6 അതർ ഷെഡ്യൂൾസ് ഏരിയസ്, മറ്റു ഗോത്രവർഗ മേഖലകളിലുള്ള ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് 6. 7 ഫെഡറൽ ലിസ്റ്റ്, വേരിയസ് ലിസ്റ്റ്, അതിനെക്കുറിച്ചാണ്. 8 ഒഫീഷ്യൽ ലാംഗ്വേജസ്, ഔദ്യോഗിക ഭാഷ. ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഭാഷയാണ്. കേരളത്തിൽ മലയാളം എന്ന് പറഞ്ഞതുപോലെ ഇതിൽ മണിപ്പൂരി, ആസാമില് അങ്ങനെ പല രാജ്യത്തും പല സംസ്ഥാനത്തും പല ഭാഷയാണ്. അതെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിലാണ്. ഷെഡ്യൂൾ 9 ലാൻഡ് റിഫോംസ് ആക്ട്, ഫസ്റ്റ് അമെൻമെന്റ് ആണ്. അമെൻമെന്റ് 1951 നിലവിൽ വന്ന ഫസ്റ്റ് അമെൻമെന്റ് ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത്. അതിനെ പറ്റിയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഷെഡ്യൂൾ 9 ആണ്. ഷെഡ്യൂൾ 10 ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. 52ാമത്തെ അമെൻമെന്റ്സ് 1985 നിലവിൽ വന്നു. ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജ്, 73ാമത് അമെൻമെന്റ് ആണ്. 1992 നിലവിൽ വന്ന പഞ്ചായത്ത് രാജ്. 12 മുനിസിപ്പാലിറ്റീസ്, 74ാമത് അമെൻമെന്റ് 1992 തന്നെ നഗരപാലിക. CAA കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ഭരണഘടന ഭേദഗതി നിയമമാണ് CAAയുടെ ഫുൾ ഫോം, അതായത് അമെൻമെന്റ്സ്. ഇതൊക്കെ അമെൻമെന്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഓർത്തിരിക്കാനാണ്. ടിയേഴ്സ് ഓഫ്
ഓൾഡ് പി എം, ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഇത് ഓർത്ത് വെച്ചാൽ നമുക്കെല്ലാം ഇതും തെറ്റാതെ എഴുതാൻ പറ്റും. എല്ലാ ഷെഡ്യൂൾസും തെറ്റാതെ പോകാൻ പറ്റും. ഒന്ന് നമുക്ക് ടെറിട്ടറീസ്, ഈ എ അഫിലിയേഷൻ, സത്യപ്രതിജ്ഞ, അങ്ങനെയെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാ, ഓർത്ത് വെച്ചാൽ മതി. ഷെഡ്യൂൾ 1 നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ടെറിട്ടറീസ്, ജുഡിറിയേഷൻ, അതായത് നെയിം ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദെയർ എക്സ്റ്റെൻഡ്. അതായത് ഷെഡ്യൂൾ 1 അടയാളപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ പേരുകളും അവയുടെ പ്രാദേശിക അധികാര പരിധിയും, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരുകളും അവയുടെ അധികാര പരിധിയും, ഇത്രയുമാണ് ഷെഡ്യൂൾ 1 നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണവും അതിൻ്റെ ഇത് അടയാളപ്പെടുത്തി കേന്ദ്ര. അപ്പം നമ്മുടെ ഷെഡ്യൂൾ 1 എന്താണ്? ടെറിട്ടറീസ് ആൻഡ് യൂണിയൻ, കേന്ദ്രവും ഭൂപ്രദേശവും. അതിലടങ്ങിയിരിക്കുന്നത്, ഷെഡ്യൂൾ 1 അടങ്ങിയിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ പേരുകളും അവയുടെ പ്രാദേശിക അധികാര പരിധിയും, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരുകളും അവയുടെ അധികാര പരിധിയും. ഇത്രയാണ് ഷെഡ്യൂൾ 1 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശമ്പളം, അലവൻസുകൾ, പ്രിവിലേജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് ഷെഡ്യൂൾ 2 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശമ്പളവും ആനുകൂല്യങ്ങളും, എംപവർമെന്റ്, സാലറി, പ്രിവിലേജസ് എന്നിവയാണ് ഷെഡ്യൂൾ 2 വരുന്നത്. അതിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ശമ്പളം, സംസ്ഥാന ഗവർണർമാരുടെ ശമ്പളം, ലോകസഭ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും അവരുടെ ശമ്പളവും അലവൻസുകളും, രാജ്യസഭാ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും, സംസ്ഥാനങ്ങളിലെ നിയമസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും, സംസ്ഥാനങ്ങളിലെ നിയമസമിതിയുടെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇത്രയും ആൾക്കാരുടെ ശമ്പളവും അതിനെപ്പറ്റിയുള്ള അലവൻസുകളും ഇതിലാണ് പറയുന്നത്. ഷെഡ്യൂൾ 3 സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്, അല്ലെങ്കിൽ അഫിലിയേഷനെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ, പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ, പാർലമെന്റ് അംഗങ്ങളുടെ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ, ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിലെ, സംസ്ഥാന മന്ത്രിമാരെ, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികൾ, സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ, ഹൈക്കോടതി ജഡ്ജിമാർ, ഇത്രയും പേരുടെ സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് പട്ടിക 3 പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെന്റിലെ 159 ആർട്ടിക്കിൾ 100, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 159, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 60, വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 69. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 60, വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 69, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 159. ഷെഡ്യൂൾ 4 ആണ്. അലോക്കേഷൻ ഓഫ് സീറ്റ് ഇൻ ദ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതാണ് ഷെഡ്യൂൾ 4 പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 4 എന്താണ്? രാജ്യസഭാ സീറ്റുകളെ കുറിച്ചാണ് ഷെഡ്യൂൾ 4 പറഞ്ഞിരിക്കുന്നത്. ആകെ രാജ്യസഭ, ഇതിൽ ആകെ അംഗസംഖ്യ, രാഷ്ട്രപതി സഭയിലെ ആകെ അംഗസംഖ്യ 245-ഉം ലോകസഭയിലെ 543-ഉമാണ്. നാമനിർദ്ദേശം ചെയ്യുന്ന രാഷ്ട്രപതി സഭയിലെ അംഗങ്ങൾ 12-ഉം ലോകസഭയിലെ 0-യുമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ രാഷ്ട്രപതി സഭയിൽ 233-ഉം ലോകസഭയിൽ 543-ഉമാണ്. പരമാവധി അംഗസഭ രാഷ്ട്രപതി സഭയിൽ 250-ഉം ലോകസഭയിൽ 550-ഉം. പരമാവധി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 238 രാഷ്ട്രപതി സഭയിലും ലോകസഭയിൽ 550-ഉമാണ്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ അനുവദിക്കൽ. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ അനുവദിക്കൽ. രാജ്യസഭാ സീറ്റാണ് ഷെഡ്യൂൾ 4. അടുത്തതാണ് ഷെഡ്യൂൾ 5.
അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾസ് ഓഫ് ഷെഡ്യൂൾസ് ഏരിയ ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. പട്ടികജാതി പ്രദേശങ്ങളുടെയും ഗോത്രവർഗ പ്രദേശങ്ങളുടെയും ഭരണവും നിയന്ത്രണവും ആണ് ഷെഡ്യൂൾ 5 മെയിനായിട്ട്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇത്രയും പ്രദേശത്തെ പട്ടികജാതി പ്രദേശങ്ങളിലെയും ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും ഷെഡ്യൂൾ 5. ഷെഡ്യൂൾ 6 അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ത്രിപുര, മേഘാലയ ആൻഡ് മിസോറാം. അതായത് ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളുടെ ഭരണം ആണ് ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓർത്തിരിക്കാൻ ഈ കോഡ് ഓർത്താൽ മതി. ATM മിസ്സായിപ്പോയി. അതാണ് ഷെഡ്യൂൾ 6 ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. മെയിനായിട്ട് 4 സ്റ്റേറ്റ്സ് ആണ്: ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. അടുത്തത് 7ാമത്തെയാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനമാണ് ഷെഡ്യൂൾ 7. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനമാണ് പട്ടിക 7. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സംസ്ഥാന ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ 92 വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു. സംസ്ഥാന ലിസ്റ്റിൽ 59 വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു. കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയനും തമ്മിലുള്ള അധികാര വിഭജനമാണ് 7ാമത്തെ പട്ടികയിൽ. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സംസ്ഥാന ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ് എന്നിവയാണ്. യൂണിയൻ ലിസ്റ്റിൽ 98 വിഷയങ്ങളും സംസ്ഥാന ലിസ്റ്റിൽ 59 വിഷയങ്ങളും കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളും അടങ്ങിയിരിക്കുന്നു. ഷെഡ്യൂൾ 8 ലാംഗ്വേജ് ഓഫ് റെക്കഗ്നൈസ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ. പല സംസ്ഥാനത്തും പല ഭാഷകളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ തുടക്കത്തിൽ 14 ഭാഷകളായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ 22 ഭാഷകളുണ്ട് നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിൽ ഇപ്പോൾ 22 ഭാഷകളുണ്ട്. ലാംഗ്വേജ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറിജിനലി ഇറ്റ് ഹാഡ് 40 ലാംഗ്വേജസ് ബട്ട് പ്രസന്റ്ലി there are 22 ലാംഗ്വേജസ് ഇൻ ഷെഡ്യൂൾ. അതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് 8ാമത്തെ ഷെഡ്യൂളിൽ ആണ്. അടുത്തതാണ് 9ാമത്തെ ഷെഡ്യൂള്. ഷെഡ്യൂൾ 9 റിഫോംസ് ആക്ട് ആഡഡ് ബൈ ദ ഫസ്റ്റ് അമെൻഡ്മെന്റ് ആക്ട് 1951. 1951 1ാം ഭേദഗതി പ്രകാരം ചേർത്ത ഭൂപരിഷ്കരണ നിയമമാണ് ഷെഡ്യൂൾ 9 അടങ്ങിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമെൻമെന്റിലെ 1ാം ഭേദഗതി പ്രകാരം, അതായത് അമെൻമെന്റ്സ് അഥവാ ഭേദഗതി പ്രകാരം 1951 കൂട്ടിച്ചേർത്ത ഭൂപരിഷ്കരണ നിയമം. ലാൻഡ് റിഫോംസ് ആക്ട് ആഡഡ് ബൈ ദ ഫസ്റ്റ് അമെൻഡ്മെന്റ് ആക്ട് 1951 ഉള്ള ഇതാണ് ഷെഡ്യൂൾ 9 അടങ്ങിയിരിക്കുന്നത്. അടുത്തത് ഷെഡ്യൂൾ 10. ആൻറ്റി ഡിഫെക്ഷൻ ലോ ആഡഡ് ബൈ ദ 52nd അമെൻഡ്മെന്റ് ആക്ട് 1985. പട്ടിക 10 എന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം. 1985 52ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത കൂറുമാറ്റ നിരോധന നിയമമാണ് ഷെഡ്യൂൾ 10 അടങ്ങിയിരിക്കുന്നത്. ഷെഡ്യൂൾ 10 1985 52ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത കൂറുമാറ്റ നിരോധന നിയമമാണ് ഷെഡ്യൂൾ 10 അടങ്ങിയിരിക്കുന്നത്. ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് ഹാഡ് 29 matters added by the 73rd Amendments of Act of 1992. Father of Panchayat Raj system, Balwan Raj Mehta, first state to introduce Panchayat Raj, Rajasthan, Nagpur district. First South Indian state to introduce Panchayat Raj, Andhra Pradesh. അതായത് പഞ്ചായത്ത് രാജ് ഷെഡ്യൂൾ 11 പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ നടപ്പിലാക്കേണ്ട
9 വിഷയങ്ങളുണ്ട്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നടത്താണ്ട 29 വിഷയങ്ങളുണ്ട്. അത് 1992 73-ാം ഭേദഗതി നിയമപ്രകാരം ചേർത്തതാണ്. ഏത് ഭേദഗതിയാണ്? 73-ാം ഭേദഗതി. ഏത് വർഷം? 1992. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് മെൽവത് റായ് മേത്തയാണ്. മെൽവത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ്. പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. നാഗൂർ ജില്ല. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. ഇയർ 1959. പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. 1959 നാഗൂർ ജില്ല. ആദ്യമായി അവതരിപ്പിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആദ്യം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ്. രണ്ടും 1959 അടുത്തതാണ് ഷെഡ്യൂൾ 12. മുനിസിപ്പാലിറ്റീസ്. ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റീസ് ആണ്. 18 വിഷയങ്ങൾ, 18 കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ആഡ് ചെയ്തിരിക്കുന്നത് 74-ാം ഭേദഗതി 1992 74-ാം ഭേദഗതി പ്രകാരമാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഷെഡ്യൂൾ 12. മുനിസിപ്പാലിറ്റി ഇറ്റ് ഹാസ് 18 matters added by the 74th Amendment Act of 1992. മുനിസിപ്പാലിറ്റികൾ നടപ്പിലാക്കേണ്ട 18 കാര്യങ്ങളുണ്ട്. 12th പട്ടികയിൽ 1992 74 ഭേദഗതി പ്രകാരമാണ് ഇത്. ഇനി ഇതിൻ്റെ റിവിഷൻ ഒരു പാട്ടും കൂടി ഉണ്ടാകും. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു വീഡിയോയിലിടാം. അതും കൂടി ചേർത്താൽ നിങ്ങൾക്ക് ഏകദേശം ഈ പോർഷൻ ഭരണഘടനാ ഭേദഗതി ഇതിൻ്റെ 5 പാർട്ടാണ് വന്നിരിക്കുന്നത്. റിവിഷനും കൂടി കൂട്ടി 6 പാർട്ട് വരും. നിങ്ങൾക്ക് ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കുറച്ച് ദിവസം ഡിലേ വന്നെങ്കിലും ഞാൻ അതൊക്കെ ചെയ്യും. എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. NCAയുടെ ഓഫീസ് അറ്റൻഡൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അല്ലാതെ എല്ലാവർക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ. എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടതായ പോർഷൻസ് ഏതെങ്കിലും അർജൻറ്റായിട്ടൊക്കെ ഉണ്ട്, 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിടാം. ഞാൻ ഇനിയിപ്പം PYQ ഒരു രാവിലെ വൈകുന്നേരമായിട്ട് ഇടണമെന്ന് ഓർത്താണ് മാക്സിമം ഇരിക്കുന്നത്. ഒരു PYQ ഒരു ക്ലാസ്സുമായിട്ട് രാവിലെ വൈകുന്നേരമായിട്ട് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം PYQ സ്റ്റുഡൻറ്റിൻ്റെ ഞാൻ ചെയ്തിടാം. നിങ്ങളെല്ലാവരും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരം. അങ്ങനെ PYQ നോക്കുന്ന ആൾക്കാരുണ്ടോ? ഇനിയിപ്പം മാക്സിമം PYQ നോക്കുക. PYQ നോക്കുക ഒരുപാട് വരും. PYQ നോക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസും കൂടി നോക്കുക. ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു.